നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഫീച്ചറാണ്. കാരണം നമ്മൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി ഓരോ വെബ്സൈറ്റുകൾ കയറാറുണ്ട്. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ജിമെയിൽ ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിനകത്ത് തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിലിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും പാസ്വേഡുകൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളുടെ പാസ്വേഡ് നിങ്ങളുടെ ഫോണിനകത്ത് സേവ് ആയിരിക്കും. അപ്പം അത് നമ്മുടെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, പക്ഷേ നമ്മളിതിനകത്ത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നുപോയാൽ അതെങ്ങനെ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതും കാണിച്ചു തരാം. ഒരുപാട് പേർക്ക് പാസ്വേഡ് ഓർമ്മയുണ്ടാകില്ല, പക്ഷേ എങ്ങനെയാണ് ജിമെയിലിനകത്തുള്ള ഒരു പുതിയ പാസ്വേഡ് ആഡ് ചെയ്യുക എന്നുള്ളതും അറിയില്ല. അപ്പോൾ അക്കാര്യം കൂടി നമുക്ക് ഈ വീഡിയോക്കകത്ത് പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കാണും. ഈ ജിമെയിൽ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ ജിമെയിൽ അക്കൗണ്ട് കാണും. ഏത് ജിമെയിൽ അക്കൗണ്ടാണ് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. താഴെ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും. നമ്മൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിനകത്ത് ഒരു ജിമെയിൽ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പാസ്വേഡ് മാനേജർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വായിച്ച് നോക്കിയാൽ അറിയാം എൻ്റെ ഫോണിനകത്ത് 66 പാസ്വേഡുകൾ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ വെബ്സൈറ്റുകൾ നമ്മൾ നേരത്തെ എപ്പോഴെങ്കിലും ഉപയോഗിച്ച വെബ്സൈറ്റുകൾ വരെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള നിങ്ങൾ ഏതൊക്കെ പാസ്വേഡുകൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുന്നോ ആ പാസ്വേഡുകളെല്ലാം ഇവിടെ സേവ്ഡ് ആണ്. ആ പാസ്വേഡുകൾ നമുക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളതും കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഏതൊരു അക്കൗണ്ടിൻ്റെ പാസ്വേഡാണോ കാണേണ്ടതെങ്കിൽ ജസ്റ്റ് ആ ഒരു അക്കൗണ്ടിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻ ലോക്ക് ചോദിക്കും അല്ലെങ്കിൽ ഫിംഗർ ലോക്ക് ചോദിക്കും, അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID എന്താണ്, പാസ്വേഡ് എന്താണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ആപ്പുകൾ, എൻ്റെ 66 ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും ഞാൻ കൊടുത്ത പാസ്വേഡുകൾ ഇവിടെ സേവ്ഡ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ മറന്നുപോയ പാസ്വേഡുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പല ആളുകൾക്കും അറിയില്ല. പക്ഷേ പാസ്വേഡ് മറന്നുപോയാൽ നമ്മുടെ ഫോണിനകത്ത് ലോഗിൻ ചെയ്തിരിക്കുന്ന ജിമെയിൽ ആയിരിക്കും. പക്ഷേ അതിൻ്റെ പാസ്വേഡ് എങ്ങനെ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ മാറ്റാമെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഇതേ സ്ഥലത്തേക്ക് തന്നെ വരുമ്പോൾ ഇവിടെ കാണാൻ ഗൂഗിൾ പാസ്വേഡ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും, സ്ക്രീൻ ലോക്ക് കൊടുക്കുക. സ്ക്രീൻ ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ കാണിക്കും. അപ്പം നേരത്തെ നമ്മുടെ ഫോണിനകത്ത് പാസ്വേഡ് നമുക്ക് ഓർമ്മയില്ല ജിമെയിലിനകത്ത്. ആ ജിമെയിലിൻ്റെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ പാസ്വേഡ് എന്ന് കാണും, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേ പാസ്വേഡ് താഴെ ഭാഗത്ത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ചേഞ്ച് പാസ്വേഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിന് ഇനി മുതൽ നിങ്ങളിപ്പോൾ കൊടുത്ത പാസ്വേഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഫോണിനകത്തുള്ളൊരു ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.